നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ കുറച്ചാൾക്കാർ മാത്രം എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? ബാക്കിയുള്ള കുറച്ചാൾക്കാർ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്? കുറച്ചാൾക്കാർ മാത്രം എന്തുകൊണ്ട് എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു? മൈൻഡ് സെറ്റാണ് പ്രധാനം. മനസ്സ് മുഖ്യമെങ്കിലേ രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റാണുള്ളത്. ഒന്ന്, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും, മറ്റൊന്ന്, ഇതൊക്കെ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിനൊന്നും കഴിവില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണുള്ള ആളുകളാണ് സാധാരണ പരാജയപ്പെടുന്ന മനുഷ്യർ. അവരാണ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. പോരാടി നോക്കാൻ ഒന്ന് ട്രൈ ചെയ്യുക പോലുമില്ല, പെട്ടെന്ന് കീഴടങ്ങിക്കളയും. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് ആദ്യമേ ഫിക്സാക്കി വെച്ചതാണ്. എപ്പോഴും പരാതി പറഞ്ഞ് മറ്റുള്ളവരെ കൂടി പിന്നോട്ട് വലിക്കാനേ ഈ മൈൻഡ് സെറ്റ് ഉപകരിക്കും. നമ്മൾ സാധാരണ അതിന് പറയുന്നത് ക്രാബ് കൾച്ചർ എന്നാണ്. ഞണ്ടിനെ പോലെ ഒന്ന് കരകയറാൻ ഒന്ന് ശ്രമിച്ചു തുടങ്ങിയാൽ ആ നിമിഷം കാല് പിടിച്ച് താഴും. പകരം നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാവണം. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരല്ല, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ. എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ വന്നാൽ അതെങ്ങനെ സാധ്യമാക്കാം എന്ന് ചിന്തിക്കണം. ധൈര്യപൂർവ്വം ലൈഫിനോട് ഫൈറ്റ് ചെയ്യണം. വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കണം. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളത് പോലെ തന്നെയാണ് നമുക്കും തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കാതെ അത് ഫിക്സഡ് മൈൻഡായി മാറ്റാതെ എപ്പോഴും ഒരു മൈൻഡോട് കൂടി, ഗ്രോത്ത് മൈൻഡോട് കൂടി അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അത് ചെയ്ത് കാണിക്കും. ചെയ്താൽ, ജയിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് നേടും. തോറ്റുപോകുമെന്ന പേടിയില്ല. ഇനി തോറ്റാലും ഒരു കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ തോറ്റു പഠിക്കുന്ന പാഠങ്ങളോളം വലുത് ഒരു വിദ്യാലയത്തിലും പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതുകൊണ്ട് 1, 2, 3, 4 അതോ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരുന്നാൽ പോലും നിങ്ങൾ അനുഭവങ്ങളുടെ വലിയ സർവകലാശാല സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. പിന്നെ ലോകത്ത് ആരെ നമുക്ക് ബോധിപ്പിക്കാനുള്ളത്? ഹാപ്പിയായിട്ട് ജീവിക്കുന്നേ, ലീവ് ഇൻ ദ മൊമെന്റ്.